ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. റവ കൊണ്ടുള്ള ഇടിയപ്പവും ഒരു വെജിറ്റബിൾ സ്റ്റ്യൂവുമാണ്. പക്ഷേ ഈ ഇടിയപ്പം അരിപ്പൊടി കൊണ്ടോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, റവ കൊണ്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അതിന് 2 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് റവ ഇടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചായിട്ട് റവ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കണം. ഈ സമയം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ബീൻസ്, ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇത്രയും സാധനം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നോക്കിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ച് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. റവയുടെ ഈ മാവ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചിലിട്ട് ഇടിയപ്പത്തിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. അച്ചിലേക്ക് ഞാൻ മാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തേങ്ങ വേണമെങ്കിൽ വിതറി കൊടുക്കാം. ഞാൻ തേങ്ങയൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇതുപോലെ നമുക്ക് എല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കാം. നമുക്കിത് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ച് വയ്ക്കാം. വേഗം തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. കാരണം ഓൾറെഡി ഇത് റവ കുക്കായതല്ലേ, അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരം ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൊടിയെടുത്ത് വെള്ളത്തിൽ കലക്കി ഒഴിക്കാവുന്നതാണ്. ഇത് കയ്യിലില്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. മിൽക്ക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അത് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ കറി തിളച്ചു. ഇനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞു. നമ്മുടെ വെജിറ്റബിൾ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റവ ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്.